ഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സെക്സ്വൽ സ്റ്റഡീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആസ് വി പീസ്റ്റ് ഫോർ ബുധനി നാം അടിമത്തിൽ കുടുങ്ങി പോയത്. വെയിറ്റ് ചെയ്യുക, അല്പനേരം വെയിറ്റ് ചെയ്യുക. ദാമ്പത്യത എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ദുരുപയോഗം ചെയ്യരുത്. ദമ്പതികൾക്കത് പ്രയോജനപ്രദമാണ്. നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കാം. നാം അടിമത്തിൽ കൂടി പോരുത്. ബൈ. സെക്സ് എന്നാൽ എന്ത്? ആൻസർ 1. ഒരു പുരുഷനും സ്ത്രീയും അവരുടെ അടുത്ത തലമുറയെ ഉണ്ടാക്കുവാൻ, ഉത്പാദിപ്പിക്കുവാൻ മാത്രമല്ല, ആ ഭർത്താവും പ്ലസ് ഭാര്യയുമായ വ്യക്തികൾ തമ്മിൽ ശരീരം പങ്കുവെച്ച് പരമാവധി സന്തോഷിക്കുവാൻ വേണ്ടി our one Lord, the great God and our Savior Jesus Christ the Blessed and only Sovereign WHO alone has immortality ഒരുക്കിയ പദ്ധതികൾ ആണ് സെക്സ് അഥവാ ലൈംഗികത. ക്വസ്റ്റ്യൻ 2. ഒരു പുരുഷന്റെ ലൈംഗിക അവയവ ഘടന എങ്ങനെ? ആൻസർ 2. എല്ലാ പുരുഷന്മാർക്കും അടിവയറിന് താഴെ തന്റെ 2 കാലുകൾ തുടങ്ങുന്നതിന്റെ മധ്യഭാഗത്ത് കുറച്ച് സെന്റിമീറ്റർ വലിപ്പത്തിൽ ഒരു അവയവമുണ്ട്. അതിനെ ലിംഗം അഥവാ പെനസ് എന്ന് വിളിക്കാം. അതിനോട് ചേർന്ന് സ്ക്രോറ്റം തൂങ്ങിക്കിടപ്പുണ്ട്. ഇതിനെ ബോൾസ് എന്നും പറയും. ലൈംഗിക വികാരമില്ലാത്ത അവസരങ്ങളിൽ ഈ 2 അവയവങ്ങളും ഉത്തേജനമില്ലാത്ത രീതിയിൽ സാധാരണ വലിപ്പത്തിലും സാധാരണ അവസ്ഥയിലും നിലകൊള്ളുന്നു. എന്നാൽ ലൈംഗിക ചിന്തകൾ വരുമ്പോൾ ഈ ബോൾ പോലെയുള്ള സ്ക്രോറ്റം എന്ന അവയവം അല്പം ചുരുങ്ങുകയും പ്ലസ് പെനസ് എന്ന ലിംഗം നന്നായി വികസിച്ച് വലിപ്പം വളരെ കൂടുകയും ചെയ്യുന്നു. ചിലർക്ക് വികസിച്ചു കഴിഞ്ഞാൽ പെനസ് അഥവാ ലിംഗത്തിന്റെ അഗ്രചർമ്മം ഫോസ്കൻ ബാക്കിലേക്ക് നീക്കുവാൻ കഴിയാതെ ആകുന്നു. അങ്ങനെയുള്ള പ്രശ്നത്തിനെ ഫൈമോസിസ് എന്ന് പറയുന്നു. ഒരു സർജറിയിലൂടെ ഈ അഗ്രചർമ്മം നീക്കിയാൽ മാറ്റിക്കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. തന്റെ സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മേൽപ്പറപ്പെട്ട ബോൾസ് ൽ നിന്നും സീമൻ, ശുക്ലം അഥവാ രേതസ് പെനസിലേക്ക് ഒഴുകിയെത്തി അജാക്യുലേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു. ഇത് ആ പുരുഷന്റെ ഭാര്യയുടെ യൂട്ടറസ് ഗർഭപാത്രം അണ്ഡവുമായി ചേർന്ന് ആ സ്ത്രീ അവന്റെ ഭാര്യ ഗർഭം ധരിക്കുന്നു. ഏതാണ്ട് 38 ആഴ്ച കഴിഞ്ഞ് അതേ സ്ത്രീ അവന്റെ ഭാര്യ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ക്വസ്റ്റ്യൻ 3. ഒരു സ്ത്രീയുടെ ശരീരഘടന എങ്ങനെ? ആൻസർ 3. വിടർന്നതും പ്ലസ് വലിപ്പവും പ്ലസ് ആരോഗ്യ ദൃഢഗാത്രവുമായ പ്ലസ് our one Lord, the great God and Savior Jesus Christ the Blessed and only Sovereign WHO alone has immortality അനുഗ്രഹിച്ച് പ്രദാനം ചെയ്ത 2 മാറിടങ്ങൾ. സ്ഥലങ്ങൾ: അടിവയറിന് താഴെ കാലുകൾ തുടങ്ങുന്നതിന്റെ തൊട്ടടുത്തു മുൻഭാഗത്ത് കാലുകൾ അകത്തി വെച്ച് നോക്കിയാൽ ഏറ്റവും മുകളിലായി ക്ലിറ്ററൽ ഹോർട്ട്. അതിന്റെ തൊട്ട് താഴെ ക്ലിറ്ററസ്, ക്രിസരി, കുറവ് കൂടുതൽ സ്ത്രീകൾക്ക് വജൈന, യോനി, അപ്പോളിയോ. യോനിയേക്കാൾ ഏറെ ലൈംഗിക വികാരം അനുഭവപ്പെടുന്ന ലൈംഗിക അവയവം അത്രേ ഇത്. ഈ ക്ലിറ്ററസ് നിലാണ്. മുസ്ലിം മതക്കാർ സ്ത്രീകൾ കൂടുതൽ ദാമ്പത്യ സുഖം അനുഭവിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഈ ക്ലിറ്ററസ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് നശിപ്പിച്ച് സ്ത്രീകളോട് ക്രൂരത കാട്ടുന്നത്. അതിന്റെ തൊട്ട് താഴെ യുറിത്ര, സ്ത്രീകൾ മൂത്രവിസർജനം നടത്തുന്ന അവയവം. അതിന്റെയും തൊട്ട് താഴെയാണ് യോനി, വജൈന. ആർത്തവചക്രം, മെൻസ്ട്രൽ സൈക്കിൾ പ്ലസ് ലൈംഗിക ബന്ധങ്ങൾ, സെക്ഷുവൽ ഇന്റർകോഴ്സ് പ്ലസ് പ്രസവങ്ങൾ, ഡെലിവറീസ് എന്നിങ്ങനെയുള്ള ശരീരധർമ്മങ്ങൾ ഈ വജൈനയിൽ യോനിയിൽ കൂടിയാണ് നടക്കുന്നത്. അതും കഴിഞ്ഞാണ് പുറകുവശത്തെ ബാക്ക് ഭാഗത്തെ ഏനസ്, ഗുദം, കൂടാതെ ലാബിയ മൈനോറ, ലേബിയ മജോറ, വൾവ വെസ്റ്റിബ്യൂൾ, ഫാച്ചറ്റ്, ഏനസ് തൊട്ട് മുകളിന്റെ മുകൾ ഭാഗം, പോസ്റ്റീരിയർ കമ്മഷ, ഏനസ്, ഗുദം തൊട്ടടുത്ത ഭാഗം, മോൺസ് പ്യൂബസ്, ക്ലിറ്ററൽ ഹോഡ് മുകളിലത്തെ ഭാഗം. ക്വസ്റ്റ്യൻ 4. ഉത്തേജനം പുരുഷനിലും പ്ലസ് സ്ത്രീയിലും എങ്ങനെയാണ്? ആൻസർ 4. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യരാത്രിയിൽ പുരുഷനും ഭർത്താവ് പ്ലസ് സ്ത്രീയും
അവനെ സ്പർശിച്ചു, ആലിംഗനം ചെയ്യുന്നു ലൈംഗിക ശബ്ദത്തോടെ. നാമിനെ അടിമത്തിൽ ഉടൻ തന്നെ പുരുഷന്റെ വികാരം മറ്റൊരു രൂപത്തിലായിത്തീരുന്നു. അവർ സ്നേഹത്തോടെ സംസാരിച്ച് സന്തോഷിച്ചുകൊണ്ടാണ് ഈ ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്ന് കരുതുക. ഉടൻ തന്നെ ആ പുരുഷന്റെ ബോൾസ്, സ്ക്രൂറ്റം വികാരം കൊണ്ട് ചുരുങ്ങുകയും ലിംഗം പെനസ് വലുതായി മാറുകയും ചെയ്യുന്നു. ഇതിനെ ഉത്തേജനം അഥവാ ഇറക്ഷൻ എന്ന് പറയുന്നു. ഇതേസമയം ഭർത്താവിന്റെ നിരന്തരമായ സ്നേഹരുകളിന്റെ ഫലമായി സ്ത്രീയുടെ ശിരസ് പ്ലസ് ചെവിയുടെ പുറകുവശം പ്ലസ് കഴുത്തിന്റെ പുറകുവശം പ്ലസ് മാറിടം പ്ലസ് അടിവയർ പ്ലസ് പൊക്കിൾ പ്ലസ് കൈകൾ, കൈമുട്ടുകൾ പ്ലസ് അരക്കെട്ട് പ്ലസ് തുടകൾ പ്ലസ് കാൽമുട്ടിന്റെ പുറകുവശം പ്ലസ് ഇരുകാലുകൾ പ്ലസ് കാൽപാദങ്ങൾ പ്ലസ് കാൽപാദ വിരലുകൾ പ്ലസ് കൈകളുടെ വിരലുകൾ പ്ലസ് etc. അവൾ വികാരവതിയാകുന്നു. കൂടാതെ ഭർത്താവിന്റെ സ്നേഹസംസാരത്തോടെയുള്ള ചുംബനങ്ങൾ, മേൽപ്പറഞ്ഞ ശരീരഭാഗങ്ങൾ പ്ലസ് ചുണ്ടുകൾ പ്ലസ് കവിൾ പ്ലസ് മാറിടങ്ങൾ പ്ലസ് പൊക്കിൾ പ്ലസ് വയർ പ്ലസ് ക്ലിറ്ററസ്, ക്രിസരി പ്ലസ് വജാന, യോനി പ്ലസ് താഴോട്ടുള്ള ശരീരഭാഗങ്ങൾ പ്ലസ് etc. കൊണ്ടും അവൾ വികാരവതിയാകുന്നു. കൂടാതെ ഇരുവരും നഗ്നരായി തമ്മിൽ മടിയിൽ കിടത്തി പരസ്പരം ബഹുമാനിച്ച് പ്ലസ് സംസാരിച്ച് പ്ലസ് ചിരിച്ചുകൊണ്ട് പരസ്പരം തഴുകി ലാളിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ വികാരവതിയായി തന്റെ വജാനയിൽ ലൂബ്രിക്കന്റ് പോലുള്ള ദ്രാവകം ഫ്ലൂയിഡ് പുറപ്പെടുവിക്കുന്നു. അവൾ വികാരപുളകിതയായി എന്നാണ് അതിന്റെ അർത്ഥം. ഇത് തൊട്ടടുത്ത് തന്നെ നടക്കുവാൻ പോകുന്ന ലൈംഗിക ബന്ധത്തിന് അവൾ ഭാര്യ ശാരീരികമായും പ്ലസ് മാനസികമായും തയ്യാറായി എന്ന് അർത്ഥമാക്കുന്നു. തുടർന്ന് അവളുടെ വജാന യോനി വികസിക്കുന്നു. തുടർന്ന് കട്ടിലിൽ കിടന്ന് തന്നെ ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പൊസിഷൻ ഈ ആ പുരുഷന്റെ Stand fast in liberty or the crisis made us free. നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോയത്. What a good warfare, holy faith and good conscience. Living God is richly all things inside. Forbidden വേണ്ടി സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആണെങ്കിലും സത്യം ചെയ്യരുത്. Forbidden വേണ്ടി ഓറച്ചിടുവാൻ എൻ്റെ വിഷാൽ ഡെല്ലുമി ഫ്രം ദ ബോഡി ഡിസ്റ്റർബ് പുള്ളിങ് ഡൗൺ ഓഫ് ലിംഗം പെനസ് യോനി വജാനയിലേക്ക് സാവധാനം തള്ളിക്കയറ്റുന്നു. ആ സമയം ഭർത്താവിനും പ്ലസ് ഭാര്യക്കും ആ സുഖം അനുഭവിച്ചറിയാൻ കഴിയുന്നു. തുടർന്ന് പെനസ് വജാന അക്യൂളിൽ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും പ്ലസ് ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു ഇരുകൂട്ടർക്കും സെക്ഷുവൽ ഓർഗാസം നടക്കുന്നു. ഈ ബീജവും പ്ലസ് അണ്ഡവും സംയോജിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ച കുട്ടിയെ പ്രസവിക്കുന്നു. 38 ആഴ്ചയ്ക്ക് ശേഷം അങ്ങനെ അവരുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം തുടങ്ങുന്നു. കുട്ടികളെ ജനിപ്പിക്കാനല്ലാതെയും അവർ മേൽപ്പറഞ്ഞ രീതിയിൽ പ്ലസ് വിവിധ സെക്ഷുവൽ പൊസിഷൻസ് യും ബന്ധപ്പെട്ട് സന്തോഷം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്ലസ് ഏകഭർത്തൃ ഭാര്യ ബന്ധം വൺ ഹസ്ബൻഡ് വൺ വൈഫ് റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. വോമൻസ് മേൽപ്പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ, ലൈംഗിക ആനന്ദങ്ങൾ യഥാർത്ഥമായ ഓർ റിയൽ ആയ കപ്പിൾസ് ഓർ ദമ്പതികൾക്കുള്ളതാണ്. അല്ലാതെ അവിഹിത ബന്ധങ്ങൾ കീപ് ചെയ്യുന്നവർക്കുള്ളതല്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്താൽ അവർക്ക് ഡിപ്രഷനും കുറ്റബോധവും അൺപ്രൊഡക്ടിവിറ്റിയും ഇതുമായി റിലേറ്റ് ചെയ്ത് മറ്റ് ദോഷങ്ങളും വരുവാൻ ചാൻസസ് ഉണ്ട്. സോ റിയൽ ഭാര്യയെ ഭർത്താവോ ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റ് പങ്കാളികളെ തേടിപ്പോയി അതിൽ രമിക്കുന്നവർ സൂക്ഷിക്കുക. ജാഗ്രത, നിങ്ങളെ രക്ഷിക്കുവാൻ our one Lord, the great God and our Savior Jesus Christ, WHO died for us and resurrected on the third day. The blessed and only sovereign WHO alone has immortality. WHO is coming again to save us from the great tribulation and the coming wrath and to rule the whole world with righteousness. Forevermore ന് മാത്രമേ കഴിയുകയുള്ളൂ. ഏക ഭർത്തൃ ഭാര്യ ബന്ധത്തിനായി ആഗ്രഹിച്ചു our Lord and Savior Jesus Christ, the blessed and only sovereign WHO alone has immortality. ആശ്രയിക്കുന്നവർക്ക് അവരുടെ യഥാർത്ഥ ദാമ്പത്യ ബന്ധത്തിനായി ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. Giving thanks to God the Father through him the Savior the Lord. വീഴാതെ പുള്ളിങ് ഡൗൺ ഓഫ് നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോയത്. Forbidden and liberty
വെയിറ്റ് നാമിനെ അടിമത്തിൽ കൂടി പോരുത് വീണ്ടും ബൈ Question 1. Which is sex? Answer 1. വീണ്ടും A plan prepared by our one Lord, the great God and our Savior Jesus Christ the Blessed and only sovereign WHO alone has immortality for a man and a woman not only to create, produce their next generation, but for the persons who are husband and wife to share their bodies and be as happy as possible. Plans is sex. Question 2. How is the structure of a man's sexual organ? Answer 2. All men have an organ a few centimeters below their abdomen, in the middle of where their legs begin. It can be called lingam or penis. Next to it hangs the scrotum, also called balls. In the absence of sexual emotion, occasions, these two organs remain in their normal size and position without stimulation. However, when sexual thoughts come, this ball-like scrotum organ shrinks a little and the penis develops well and increases in size. Is unable to move to. Such a problem is called phimosis. This is only a problem that can be solved if this foreskin is removed through surgery, if he has sex with his own wife. The semen or astringent flows from the aforementioned balls to the penis and the process of ejaculation takes place. This, together with the ovum in the uterus womb of the man's wife, conceives the woman, his wife. After about 38 weeks the same woman, his wife, gives birth to the babies. Question 3. How is the body structure of a woman? Answer 3. അറിയാതെ Two breasts that are wide plus large plus healthy plus blessed by our one Lord, the great God and Savior Jesus Christ the Blessed and only sovereign WHO alone has immortality. പാമ്പൊഴുകി സകല മുകളിൽ Close to the beginning of the legs below the abdomen, in the front, the clitoral hood is at the top if you look inside the legs. ശരി And just below it is the clitoris crisari. This is the sexual organ that feels emotion. Thus, clitoris is what the Muslim religious people, in the sense that women do not need to experience conjugal pleasure, destroy this clitoris from the woman's body. Just below it is the urethra, the organ where women excrete urine, and just below it is the vagina. And after that, anus, and labia minora, labia majora. Vulvar vestibule, anus, posterior commissure, the part next to the anus, mons pubis, the part above the clitoral hood. Question 4. How is stimulation in male and female? Answer 4. The first night after the wedding is the time when the man, husband, plus woman, wife, are alone. The woman lovingly looks at the man and touches him, embraces him with a sexual sound. Immediately the man's feelings take a different form. Suppose they engage in these sexual acts with love and pleasure. Immediately the man's balls, scrotum, shrink with emotion and the penis becomes larger. This is called erection at the same time. As a result of husband's constant caress, woman's head plus back of ear plus back of neck plus breast plus abdomen plus navel plus hands, elbows plus waist plus thighs plus back of knees plus both legs plus feet plus toes plus fingers plus etc. She becomes emotional, and loving kisses of the husband, above body parts plus lips plus cheek plus, and she becomes emotional, also. Both of them lay naked on each other's laps and respect each other plus talk plus laugh and caress each other. Therefore, the woman becomes emotional and releases a fluid like lubricant in her vagina. It means that she is excited. This means that she, the wife, is physically plus mentally prepared for the intercourse that is about to take place near the river. Then, her vagina expands, then, lying on the bed, in any
man. വെയിറ്റ് ചെയ്യുക. പുള്ളി The penis is slowly pushed into the vagina. At that time both husband and wife can feel the pleasure. Ah ha 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 ha. Then, penis, inside the vagina to and fro plus to and fro. Vibrate sexual orgasm for both parties. This sperm plus ovum fuses, the woman conceives and gives birth to child, Ren, after 38 weeks, and so. The next chapter of their lives begins. They continue to experience happiness in the above mentioned ways, plus in various sexual positions, plus one husband, one wife relationship, one husband, one wife relationship, and so on. Warnings: the aforesaid topics, joys, pleasures, sexual pleasures are real or rare for couples, except those who keep the illicit relationship. Affairs do not. If they do the above things, they have chances of depression, guilt, unproductivity, and other related harms. So, those who seek other partners while their real husband or wife is still alive, beware. WHO is coming again to save US from the Great Tribulation and the coming wrath, and to rule the whole world with righteousness forevermore. Wished for monogamy relationship our Lord and Savior Lord Jesus Christ, the blessed and only sovereign. WHO alone has immortality. Wish that this will benefit for their real marriage relationship, giving thanks to God the Father through him, the Savior the Lord. Pulling down stars, now in Adamatil Kudi, etc. For Badan and liberty. As we peace to for pulling down of very good warfare and good consensus. As we peace to pulling